ഓ ആരാ ഫുൾ ലുക്ക് ഇതാണ്. ഓ മൈ ഗോഡ്, രാജാതിരാജ. ഓ ജോസാൽക്കാസിലെ മോഡലാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ എന്താ നീ കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ? കല്യാണം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് എന്റെ ജീവിതം പോയി. എവിടെ പോയി? ഏയ് ജീവിതം നന്നായി എന്ന് പറ. എന്റെ ജീവിതം നന്നായി പോയി. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഞങ്ങളുടെ വെഡിങ് ബ്ലോഗ് അല്ലേ? ഞങ്ങളുടെ കല്യാണമാണ് ഇന്ന്. ടുഡേ ഈസ് അവർ ബിഗ് ഡേ. നമ്മളെ പരിപാടി അതെ, ഞങ്ങള് ഫുള്ള് വേറെ ലുക്കിലല്ലേ ഇന്ന്. മേക്കപ്പ് ചെയ്ത് ഇപ്പൊ ജസ്റ്റ് കഴിഞ്ഞേ ഉള്ളൂ. മേക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, ജസ്റ്റ് കുറച്ച് തിരക്കായിരുന്നു. അപ്പൊ നമ്മൾ അതാണ് ഇന്നത്തെ ബ്ലോഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ടുഡേ ഈസ് അവർ വെഡിങ് ഡേ. അപ്പൊ നമ്മളിന്ന് പവർ ആക്കൂലേ, പൊളിക്കല്ലേ? നമ്മുടെ ലുക്ക് ഇതാണ്. നമ്മുടെ ലുക്ക് ഇത് എൻ്റെ ഫുൾ ലുക്ക് കാണണമെങ്കിൽ ഇപ്പൊ കാണിച്ചുതരാം. കാണിക്കട്ടെ? ഇതാണ് നമ്മുടെ ഫുൾ ലുക്ക്. അപ്പോൾ ഇത് ജസ്റ്റ് വീഡിയോയിൽ ഇങ്ങനെ കാണുന്നുള്ളൂ. നമ്മൾ പുറത്തൊക്കെ ഇറങ്ങിയിട്ടൊന്ന് സെറ്റ് ആവും. എങ്ങനെയുണ്ട്? ആണോ? ഓഹോ, നീ നിന്നെ ഇവിടെ നിന്ന് നിന്റെ ഫുൾ ലുക്ക് ഞാൻ കാണിച്ചുതരാം. ആ കൊള്ളാം. ഓ അതെ, പൊളിയായിട്ടുണ്ടല്ലോ. നിന്നെ പോലെയാ തോന്നില്ല. പാട്ടാണോ? എനിക്കും ഉറക്കം വന്നിട്ടേ. നമ്മൾ ഇന്നലെ 2 മണിക്ക് 2 മണിക്ക് കിടന്നു. 3:30 ആയപ്പോ എന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വിളിച്ചു, എണീറ്റ് റെഡി ആയിക്കോ, അതാ ഇപ്പൊ പുള്ളിക്കാരി ഒരു 4 മണിക്ക് കറക്റ്റ് അവർ എത്തി, ഇവളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ്. എന്നിട്ട് ഒരു 7-നുള്ളിൽ പരിപാടി തീർന്നു അല്ലേ? മേക്കപ്പ് എല്ലാം എന്റെയും ഒരു 5:30ക്ക് വന്നു, തീർന്നു. പറഞ്ഞ സമയത്തിന് തീർത്തിട്ടുണ്ട്. യെസ്, എനിക്കും കണ്ണൊക്കെ അടഞ്ഞു പോകുന്നത്. എന്താവോ മാക്സിമം നമ്മൾ എന്തൊക്കെയോ പരിപാടി ഒപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വെഡിങ് ഡേ നമ്മൾ പൊളിക്കുന്നു. സ്റ്റേ ട്യൂൺ, ഇങ്ങനെ കണ്ടോണ്ടേയിരിക്കും. നീ എന്തൊക്കെ സംഭവിക്കുന്നത് നമുക്ക് കാണാം. ആരൊക്കെ വരുന്നത്, എന്തൊക്കെ സംഭവിക്കുന്നത്, എന്തൊക്കെ പരിപാടി നമ്മൾ ഒപ്പിക്കുന്നത് കാണാം. യെസ്, അപ്പൊ കണ്ടോണ്ടിരിക്കുക. അപ്പൊ എന്നാലേ നിങ്ങൾക്ക് അറിയുള്ളൂ. എന്നിട്ട് ഇതിന്റെ എൻഡിലാണ് പവർഫുൾ പാക്സ് ഒക്കെ വരാൻ പോകുന്നത്. അടിച്ച് പൊളിക്കല്ലേ? എവിടെ പോകുന്ന നീ? ഹലോ, എവിടെ പോന്ന്? ഫോട്ടോഗ്രാഫർ വന്നെന്ന് പറഞ്ഞു. ആണോ? ഫോട്ടോഗ്രാഫർ ഫ്രഷ് ലുക്കില് ഫോട്ടോ എടുക്കാന്നല്ലേ? അതെ, ഇവരാന്ന് തോന്നുന്നു. ഫോട്ടോഗ്രാഫേഴ്സ് വന്നു. ആണ് നമ്മളെ കല്യാണം നടക്കാൻ പോകുന്ന സ്ഥലം, മണ്ഡപം. നമ്മളൊരു ഔട്ട്ഡോർ വെഡിങ് ആണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇവരെല്ലാം വന്ന് ഇവന്റ് പരിപാടി എല്ലാം ഓൾമോസ്റ്റ് സെറ്റ് ചെയ്തു. ഇനി ചെയറൊക്കെ ഇട്ടാ ഒന്ന് കളറാവും അല്ലേ? ചെയർ വരാനുണ്ട്, അതുകൊണ്ടാണ് ഒരു മിസ്സിംഗ് തോന്നുന്നത്. അതെ, സ്റ്റേജും ഡെക്കോർ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇതാണ് നമ്മുടെ റിസോർട്ട്. പക്ഷേ ആ ലേക്കിന്റെ സൈഡ് ആയതുകൊണ്ട് നല്ലൊരു ഫീൽ ഉണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ വെയില് വരുമെന്ന് പറഞ്ഞൂടാ. ഈ നൂലൊന്ന് കട്ട് ചെയ്ത് തരൂ. സാരിന്റെ അതെങ്ങനെ കട്ട് ചെയ്യാ? അത് ചെരുപ്പൊന്ന് വലിച്ചോ. നോക്കണേ. ഓ ആരാ എന്തോ നമ്മുടെ ഫേസിലൊക്കെ എന്തൊക്കെയോ ഒരു മാറ്റം വന്നിട്ടുണ്ട്. എന്തൊക്കെയോ നല്ലതാ. ആവണ്ടേ? അതെ, ഇതാണ് ഇന്ന് വെയിലുണ്ടാവോന്നൊന്നും അറിയില്ല. ജസ്റ്റ് വെയിലില്ലാത്തൊരു ദിവസം, വെയിലില്ലെങ്കിൽ നല്ല വൈബായിരിക്കും. നമുക്ക് കുറേ പരിപാടി ഇന്ന് നമ്മൾ സെറ്റ് ചെയ്തത്. ഇപ്പോൾ ചാറിടാൻ പോകുന്നു ആൾക്കാർ. ഇവർ ചാറിടും. അപ്പോൾ ഒരു വൈറ്റാണ്, നമ്മൾ വൈറ്റ് ആൻഡ് ഗ്രീനിലാണ്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് വൈറ്റാണ്. ഇവളും വൈറ്റ് ആൻഡ് ഗ്രീനിലാണ്. യു ആർ ഓൾസോ വൈറ്റ് ആൻഡ് ഗ്രീൻ. നമ്മൾ മാച്ച് ചെയ്ത് എടുത്തതല്ലേ പക്ഷെ അങ്ങനെ വന്ന് ഞാൻ ഇത് പിടിച്ചേ. ഇതാണ് എൻ്റെ ഒരു ഫുൾ ലുക്ക്. ദിസ് ഈസ് മൈ ഫുൾ ലുക്ക് ഇതാണ്. ഓ മൈ ഗോഡ്, രാജാതിരാജ. ഇങ്ങനെ ഇടണോ? മൈ ഗോഡ്, അങ്ങനെ ഇട്ടാ ശരിക്കും അങ്ങനെ ഇട്ടാ അതുപോലെ തന്നെ ഉണ്ട് രാജാവിന്റെ. അങ്ങനെ ഇടുന്നോ നീ? ചുമ്മാ എനിക്ക് വേണ്ട, അങ്ങനെ ഇടാൻ ഒരു ഫീൽ ഉണ്ടാവല്ലോ. പക്ഷെ ആള് മുണ്ടൊക്കെ കറക്റ്റ് സെറ്റ് ചെയ്ത് തന്നിട്ടോ. അതിനൊന്നും പോയില്ലെന്നാ ആള് പറഞ്ഞേ. കെട്ടി വെച്ചിട്ടുണ്ട്.
നമുക്ക് സ്റ്റെപ്പ് ഒക്കെ ഇടണ്ടേ ഡാൻസിന്. ഇന്ന് കുറെ പരിപാടി ഉണ്ട്, കുറെ വൈബ് പരിപാടീസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാരും ആ ബാക്കിൽ വൈറ്റ് ചെയറാട്ടോ വരാനുള്ള നല്ല അടിപൊളി ലുക്ക് ആയിരിക്കും. നമുക്ക് പൂളൊക്കെ കാണിച്ചു കൊടുക്കാം. ഇവിടെ കുറച്ച് ഇവിടെ ഇത് ഒരു റിസോർട്ടാണ്, അതുകൊണ്ട് പൂളും നല്ലൊരു വൈബ്, നല്ലൊരു പച്ചപ്പ്, നല്ലൊരു ആംബിയൻസ് ആണ്. അപ്പൊ അതാണ് നമ്മൾ ഇത് ബുക്ക് ചെയ്തത്. ഫ്രണ്ടില് റിവർ, അതിന്റെ സൈഡില് നമ്മളെ മണ്ഡപം, പിന്നെ ഇവിടെ ഒരു പൂൾ, വില്ല പോലെയാണ്. ഇതാണ് പൂൾ. നമുക്ക് അങ്ങോട്ട് നടക്കാൻ പറ്റില്ല, അതിലെ കൂടെ അപ്പൊ അങ്ങോട്ട് പോകും, ഇതിലെ കൂടെ നടക്കാം. സൈഡ് കയറി പൂൾ കാണിച്ചു തരാം. നമ്മൾ ഇന്ന് റിസോർട്ട് ടൂറാന്ന് തോന്നുന്നു. ഞങ്ങളുടെ ഫോട്ടോഗ്രാഫേഴ്സ് വന്നു, 2 പേര് വന്നിട്ടുള്ളൂ. അപ്പോൾ 2 പേരും കൂടെ വന്നു കഴിഞ്ഞാൽ ഫോട്ടോഷൂട്ടും കൂടെ കഴിഞ്ഞ് നമുക്ക് പരിപാടി തുടങ്ങാം അല്ലേ? ആൾക്കാരൊന്നും വന്ന് തുടങ്ങിയിട്ടില്ലല്ലോ. ഉണ്ടായിരുന്നു അവരെല്ലാം. ഇന്നലെ അവര് വൈകിട്ട് 9 എനിക്കൊന്നും ഞാൻ ഈറ്റപ്പ അവര് പോയി 2-3 മണി വരെ ഞാൻ കേട്ടായിരുന്നു. ഞാനും ഉറങ്ങിയിട്ടില്ല. എന്റെ കണ്ണൊക്കെ സീനാണ്, ചുമ്മാ കണ്ണടച്ച് കിടക്കുക. ഇതാണ് പൂൾ സൈഡ്. ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് എന്തെങ്കിലും പൂളൊക്കെ അടിച്ചു പൊളിച്ച് പോവാന്ന് ആലോചിക്കുന്നത്. വൈകിട്ട് ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ടേ പോകുന്നുള്ളൂ. ഐ മീൻ നമ്മൾ ഇന്ന് പോകുന്നില്ല, നമ്മൾ നാളെ പോകുന്നുള്ളൂ. പരുന്തോ? പരുന്തൊക്കെ ഉണ്ടല്ലോ. അതെ, ഇങ്ങോട്ടോ അവിടെയൊക്കെ ചെളിയുണ്ട്. ഈ വ്യൂ നിൽക്കാൻ അവര് പൂളില് കളിച്ചതിന്റെ ചെളി. അതെ, അമ്മമാര് ചാടി കളിച്ചിരുന്നാലേ ഫുള്ള് ഇവിടെ സീനാക്കിട്ടാ പോയത്. കൊള്ളാം. കെയർ ടേക്കറിന്റെ അടുത്ത് പറയണം ക്ലീൻ ചെയ്തിടാൻ. അതെ, എന്താ ചെയ്യാൻ പോകുന്നത്? ഫോട്ടോഷൂട്ടാണോ? ഫോട്ടോഷൂട്ടാണ്. അതെ, ഫോട്ടോഷൂട്ട് ആൻഡ് വീഡിയോ ഷൂട്ടാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡാൻസിന് സെറ്റ് ചെയ്ത് അവിടേക്ക് ചെയർ കേറിയിട്ടുണ്ട്. ഫസ്റ്റ് റോയിൽ അന്ന് ഇറക്കിയിട്ടുണ്ട്, പറയാം. അതെടുത്താ പോരെ? ആണോ? ഫസ്റ്റ് റോയില് അങ്ങനെ എടുത്താ മതി. ഓക്കെ, കുറച്ച് ബാക്കിലാക്കി ഇടാൻ പറഞ്ഞാലോ? കുറെ ബാക്കിലായി പോലെ സ്റ്റേജ് ഇവിടെ ആൾക്കാർ അങ്ങപ്പുറം. ഇതാണ് നമ്മുടെ സ്റ്റേജ്. കഴിഞ്ഞിട്ടില്ല, ഇനിയും കുറച്ചും കൂടെ ചെയ്യാനുണ്ട്. ഫോട്ടോഷൂട്ടാണ്, ഫോട്ടോഷൂട്ട്. കുഴിക്കത്ത് വീഴൂ. കണ്ണടഞ്ഞു പോകും. ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഫുഡ് കഴിക്കാം. നല്ല വിശപ്പാണ്. ഇവിടെ വെയിൽ നിർത്തിയിട്ട് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത്. പാവം ഇതിന് വെള്ളം വേണമെന്ന് പറഞ്ഞത് ഇപ്പം തീരുമെന്ന് പറഞ്ഞ് ഇത് തീർത്തിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാൻ. വെയിലും പൊക്കി പിടിച്ച് നിൽക്കുന്നുണ്ട് പാവം കൊച്ച്. വൈഡ് ക്ലോസ്. ഹലോ, എന്താ അവസ്ഥ? കണ്ണൊക്കെ കെറിയുന്നേ, ഒന്നും പറ്റുന്നില്ല. എന്ത് ഫോട്ടോ എന്തെങ്കിലും കിട്ടിയാ? അതുകൊണ്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. നോക്കിയോളൂ, കുഴപ്പമില്ല. വേണ്ട, വെള്ളം കുടിച്ചോ. ഇത്ര എവിടെ പോന്നേ? സാരി കൊടുത്തല്ലോ. മോഡലാ, സാരിയൊക്കെ കൊടുത്ത് സെറ്റായി. എല്ലാവരും ഇന്ന് സാരി മുണ്ടും. ചേട്ടൻ്റെ ലുക്കൊക്കെ ഞാൻ കാണിച്ചു തരാം കുറച്ച് പുറത്ത്. എനിക്ക് തൊണ്ടയ്ക്ക് സീനായിട്ട്, തൊണ്ട AC കുറേ ഇട്ടിട്ട് ഒരു നല്ല തണുപ്പായിരുന്നില്ലേ? ചൂടെടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തണുപ്പാ, നല്ല തണുപ്പായിരുന്നു. കൂളിങ് കുറച്ച് വെച്ചാ. പക്ഷെ ഇവിടെ നല്ല 15 എന്തോ ആയിരുന്നു. ഞാൻ വന്നു, പക്ഷെ നല്ല സീനായി. തൊണ്ട ഇപ്പൊ സീനായി, സംസാരിക്കാൻ പറ്റുന്നില്ല. എഫക്റ്റ് ഇല്ല. ഓക്കെ, നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നു.
അപ്പം കടലക്കറിയാണ് ഇന്നത്തെ ഫുഡ്. ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റും വെക്കണമായിരുന്നു അല്ലേ? അതെ, കുഴപ്പമില്ല. ഇത് എങ്ങനെ നീ കഴിക്കും? അതില് ആവാണ്ട് കഴിക്കണ്ടേ? ഞാൻ കഴിച്ചേക്കാം. അത് നല്ല അപ്പവും കടലക്കറിയും കഴിക്കട്ടെ. കഴിച്ചിട്ട് അപ്പത്തൊരു കടലക്കറിക്ക് ഇത്ര ടേസ്റ്റ് ഉള്ളത് എപ്പോഴാണ്? അല്ലെങ്കിൽ രാവിലെ നീ നോൺ വെജ് ഇല്ലാണ്ട് കഴിക്കില്ല. 9 മണിയായി. നമ്മൾ എണീറ്റ് എത്ര മണിക്ക് അറിയോ? 4:45. ഞാൻ ചേച്ചി ഇറങ്ങുമ്പോ വിളിച്ചു. നിങ്ങൾ ഉണർന്നുണ്ടാവൂലേ? അല്ല, എനിക്കറിയായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് എണീറ്റ്. ഞാനും വളരെ ഉറങ്ങിയിട്ടേ ഇല്ല. ഓ, ജോസാൽക്കാസിലെ മോഡലാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ഇത് നമ്മള് ഇവിടെ മേക്കപ്പ് ചെയ്തോണ്ടിരുന്നപ്പോ നമ്മുടെ ഗ്രൂമിന് മേക്കപ്പ് ചെയ്യാൻ വന്ന ആള് പറഞ്ഞു നല്ല രസമുണ്ട് എന്ന് പറഞ്ഞു. കോസ്റ്റ്യൂം എന്തായാലും സെറ്റ് ആയിട്ടുണ്ട്. ആ കടക്കാര് പറഞ്ഞു നമ്മളടുത്ത് മാല ഇതിന് പോവൂല, ജിബയുടെ കൂടെ പോകും. അല്ല, പാന്റ് ഇട്ടിടുന്നത് ഷെർവാണിയുടെ കൂടെ പോകും. ഷെർവാണിന്റെ കൂടെ മാത്രം മാല ഇടുന്നേന്ന്. ഇതിന്റെ കൂടെ പോകുന്നില്ല. പുള്ളി പറഞ്ഞത് മുണ്ടിന്റെ കൂടെ പോവില്ല, ഷെർവാണിന്റെ കൂടെ മാത്രമേ പോകുള്ളൂ. അപ്പൊ നമുക്ക് പക്ഷെ മൈൻഡിലുണ്ടായിരുന്നു നമ്മൾ ഇതുപോലെ ചെയ്ത് നോക്കണോന്ന്. പക്ഷെ എനിക്കിത് ഇഷ്ടപ്പെട്ടു. സാധാരണ പരീക്ഷിക്കാത്തതാണ്. ഞങ്ങള് എങ്ങനെയുണ്ട്? അടുത്ത ട്രെൻഡ് ആവാൻ പോകുന്നില്ല മാല. കടക്കാര് വരെ ഞങ്ങളോട് പറഞ്ഞു മുണ്ടിന്റെ കൂടെ. ആണോ? എന്റെ വെറൈറ്റിയാ ഇത്. അത് ഷെർവാണിന്റെ കൂടെ ഇടുള്ളൂ. കണ്ടിട്ടുള്ളേ ഞങ്ങള് പുതിയ വെറൈറ്റി ആക്കിയതാ. എങ്ങനെയുണ്ട്? ക്രിസ്ത്യൻ ബ്രൈഡാ? ഹിന്ദു. ക്രിസ്ത്യൻ. ആ അതെ, നവ്യ പറഞ്ഞു ക്രിസ്ത്യൻ ആണെങ്കിൽ അങ്ങനെയല്ല. ക്രിസ്ത്യൻ ആണെങ്കിൽ വേറെ. ആ എന്താ ചിരിക്ക് ആ ശരിക്ക് വീഡിയോ ആണോ? ഓക്കെ. സ്ട്രെസ്ഡ്.
ആ അയ്യോ തട്ടെ ഇങ്ങനെ ഓക്കെ ഇവർക്ക് വിളക്കുള്ളതുകൊണ്ട് നോക്കാൻ പറ്റില്ല ഇങ്ങനെ ആ കേറുവോ ചെയ്യണോ രണ്ടല്ലേ ഒന്നോ ഒന്നും കൂടി മൂന്ന് പ്രാവശ്യം മൂന്നാമത്തെ വേൾഡാണ് ഇപ്പൊ ചുറ്റുന്നത്. മൂന്നാമത്തെ തീർന്നു കഴിഞ്ഞു. കൈ വിട്ടോളൂ, ഇവിടെ കൈ വിട്ടോളൂ, അത് തന്നേക്കില്ല. ഇല്ല ഒന്നും പിന്നെ വരാണ്ടിരിക്കൂ. മോൻ ഇരിക്കട്ടോ, മോൻ ഇവിടെ മോള് പഠിക്കും. പെങ്ങള് ഇവിടെ നിൽക്കണേ. ഇരുന്നോളൂ ഇരുന്നോളൂ. ആ ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ വേറൊരു ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഇത്ര നേരം കണ്ടിട്ടുണ്ടാവുമല്ലോ. മുടി ഇത് ഓഫാക്കണോ? മുടി പറക്കണോ? ഞാൻ എന്താ ചെയ്ത എന്ത് ചെയ്തൂടെ? എന്താ ഒരു പോസ്റ്റല്ലേ ഫോട്ടോയിൽ എടുക്കുന്നു. അതെ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണത്തിന്? عندي خوش فصلة يا اخي تفوز تفوز والله خوش رقصة يا اخي دوز دوز عندي خوش فصلة يا اخي تفوز تفوز وعيال سوي رقصة بيا
لي واحد كرك يلا بيا طق سيارة باليس يلا يلا سوي رقصة تعالي رقصة المطرب ولا ستة في مايا சிங்காரி என்ன கொஞ்சம் சிக்காம சிக்கி எடுத்தா அதோட சத்த வச்சா ரிங்கா ரிங்கா மன்னாதி மன்னரெல்லாம் பின்னாடி வந்தாலுமே என்னாண்ட மாட்டேங்கினா தங்க தங்க தேச்சு விட்ட சந்தனமா ஏற்றி வச்ச குங்குமமா பார்த்தேனே கண்ணால கேட்டேனே உன்னை போல ஆக்கி வச்சு கெஞ்சணுமா தூக்கி வச்சு கொஞ்சணுமா மனமா கேக்குறிய பேச்சு நல்லா இல்ல சந்தோஷம் நினைச்சிருக்கேன் சாமி கிட்ட கேட்டிருக்கேன் என்னடி சித்திரமே இங்க நீ பத்திரமே சொல்லிடி கட்டளை எத்தனை நான் செய்வேனே എന്താ നീ കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ? കല്യാണം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് എന്റെ ജീവിതം പോയി. എവിടെ പോയി? ഏയ് ജീവിതം നന്നായി എന്ന് പറ. എന്റെ ജീവിതം നന്നായി പോയി. നന്നായി പോയി അങ്ങനെ പറ. നമ്മുടെ പിള്ളേരൊക്കെ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മളെ സിയറി ഡാൻസ് ടീമിന്റെ ആള് പൂമണി പൂമണി ഇറങ്ങുക. അപ്പൊ കാണാൻ പൂമണി ഡെസ്റ്റിനേഷൻ വെഡിങ്. ഏയ് പൈസ കുറവൊന്നുമില്ല. ആള് കുറച്ചാ പൈസ കൂട്ടി. ലെസ് പീപ്പിൾ. ഓക്കെ. ആ ഇഷ്ടപ്പെട്ടോ കല്യാണം? രഞ്ജിതാണ്. രഞ്ജേ നമുക്ക് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് അതെ. ഞാൻ പറയുന്നില്ല. പൂമണിയല്ല എല്ലാം പറയുന്നത്. ഇവിടുന്ന് 2 മണിക്ക് കാർ എടുത്ത് കട്ടേതേക്കാം. 2 മണിക്ക് കാർ എടുത്ത് 6 മണിക്ക് കൊച്ചി എത്തുകയാണെങ്കിൽ നിങ്ങളെന്താ കാറിലാണോ പോകുന്നത്? നിങ്ങൾ കാറിൽ പോയില്ലല്ലോ. അതെ മൈക്ക് നിന്റെ ഉണ്ട്. അവനെ കൊണ്ടുപോയിട്ട് സീക്രട്ട് പറയല്ലേ. അവനെ കൊണ്ടുപോയിട്ട് സീക്രട്ട് പറയാൻ പോകും. അപ്പൊ നമ്മൾ ഇവിടെ പരിപാടി കഴിഞ്ഞിട്ട് ഇവരെല്ലാം ഇറങ്ങുന്നു. ഇവര് നേരെ കൊച്ചിക്കല്ലേ. അപ്പൊ കൊച്ചിയിൽ നാളെ കാണാം നമുക്ക്. കൊച്ചിയിൽ നാളെ സീ യു. നാളെ ഞാൻ അങ്ങോട്ട് വരും കൊച്ചിയിലേക്ക്. വൈകിട്ട്. ഓക്കെ. അപ്പൊ കണ്ണാ ബൈ കണ്ണാ. ഓക്കെ. അപ്പൊ ചെന്നൈ ബാംഗ്ലൂറാ? ബംഗളൂർ. ഓക്കെ ഗൗതം ഡ്രോൺ വീഡിയോ ആണോ? പോവാണോ? ശരി അപ്പൊ കാണാം. അപ്പൊ നമ്മള് സുമിത്തോട്ടൻ പോകുന്നുണ്ട്. ഓക്കെ. ഇനി ടൂർണമെന്റ് ഉണ്ട്. പ്ലെയർ ആണ്. അപ്പൊ പോവല്ലേ? അപ്പൊ ബൈ ബൈ. പോവാ എല്ലാരും പോവാ. ഓക്കെ എല്ലാരും പോവാ. അപ്പൊ ഇനി എറണാകുളത്ത് നിന്ന് കാണാം കേട്ടോ. അപ്പൊ നാളെ കൊച്ചിയിലെ പാക്കണം. ചൊവ്വാഴ്ച ഉള്ളൂ. ഓക്കെ. ആണോ?
നമുക്ക് ലഗേജ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവരുടെ കയറ്റി വിടാം. ഇല്ല എന്തിനാ ഞങ്ങള് ലഗേജ് ഒന്നുമില്ല ഫുള്ളാ ശരി ഓക്കെ അപ്പൊ കാണാം. അപ്പൊ താങ്ക് യു ഗായ്സ്. ഓക്കെ ഓക്കെ ശരി വരാം. ശരി അപ്പൊ ഓക്കെ അപ്പൊ കാണാം. നമ്മുടെ കല്യാണം കഴിഞ്ഞു, എല്ലാ പരിപാടിയും കഴിഞ്ഞു, എല്ലാരും പോയി. ജസ്റ്റ് മാരീഡ്. ഇതാണ് നമ്മുടെ ഫുൾ. എനിക്കൊരു ചെയിനൊക്കെ വന്നു, കൊച്ചിനൊരു താലിയൊക്കെ വന്നു. റൂമൊന്നും നിങ്ങൾ നോക്കണ്ട, സ്ഥലമായിട്ടിരിക്കുന്നു. എല്ലാരും പെട്ടെന്ന് റെഡി ആയിട്ട് പോയതിന്റെ ഒരു ഇതൊക്കെ ഉണ്ട് റൂമില്, നമ്മൾ ക്ലീൻ ചെയ്യണം. സോ ബാക്ക്ഗ്രൗണ്ട് നോക്കണ്ട, ജസ്റ്റ് സ്കിപ്പ് ദ ബാക്ക്ഗ്രൗണ്ട്, ജസ്റ്റ് ലുക്ക് ഇറ്റ് അസ്. അപ്പൊ കല്യാണം കഴിഞ്ഞു, ഇനി നമ്മൾ കപ്പിളാണ്, ഇനിയാണ് നമ്മുടെ ലൈഫ് തുടങ്ങാൻ പോകുന്നത്. അപ്പൊ എല്ലാരും വന്ന് കല്യാണം കഴിഞ്ഞ് ഹാപ്പി ആയിട്ട് പോയി. നമ്മളൊരു വെഡിങ് മാക്സിമം ഇതിൽ കവർ ചെയ്തിട്ടൊന്നും തോന്നുന്നു. അപ്പം എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. പറ്റുന്ന പോലെ കവർ ചെയ്തിട്ടുണ്ട്, ബിക്കോസ് നമുക്ക് ഫോൺ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ, അതുമില്ലാതെ ഫുള്ള് നമ്മൾ ടയേർഡായി. ഇനി കുറച്ച് സമയം റെസ്റ്റ് എടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള നമ്മുടെ പ്ലാൻസ് ഒക്കെ. അപ്പൊ നമ്മുടെ വെഡിങ് ഡേ ഈസ് ഓവർ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇന്നലെ രാത്രി ഒട്ടും ഉറങ്ങിയിട്ടില്ല നമ്മള്. ലൈക്ക് 2 മണിയാകുമ്പോൾ നമ്മള് എല്ലാരും ജസ്റ്റ് ഒന്ന് കുളിച്ച്, ഞാനൊക്കെ 2 മണിക്ക് ഹെയർ ഒക്കെ വാഷ് ചെയ്ത് അങ്ങനെ കിടന്നു. 3:30 ആകുമ്പോൾ എന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വിളിച്ച് പുള്ളിക്കാരി എത്താറായി എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ എണീറ്റതാ ഞാൻ. ജസ്റ്റ് ഒന്ന് കിടന്നിട്ടേ ഉള്ളൂ. എന്റെ കണ്ണൊക്കെ ഒന്നും തുറക്കുന്നുമില്ല. ഞാൻ ഫോട്ടോയ്ക്കൊക്കെ എന്റെ കണ്ണിങ്ങനെ അടഞ്ഞടഞ്ഞ് നിൽക്കുന്നു. എന്താ അവസ്ഥ എന്നറിയില്ല ഫോട്ടോ ഒക്കെ എടുത്തിട്ട്. ഏതേലും ഒരെണ്ണം കിട്ടിയാ ഓക്കെ, കുഴപ്പമില്ല. കല്യാണത്തിനൊക്കെ എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. പിന്നെ ഇന്റിമേറ്റ് വെഡിങ് വെച്ചത് കൊണ്ടും എന്നാലും കുറച്ച് നമുക്ക് റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ പ്രയോറിറ്റി കൊടുക്കേണ്ടതുണ്ട്. നമ്മള് ഒരു സേവ് ദ ഡേറ്റ് ഷൂട്ടിന് പോകുന്ന പോലെ അല്ലല്ലോ, എല്ലാവരുടെ കൂടെ ഫോട്ടോ എടുക്കണം. അങ്ങനെ നമുക്ക് കുറച്ച് സമയം പോവും. അപ്പോ നമ്മളെ മേക്കപ്പ് ഒക്കെ പോയി തുടങ്ങും. ഡാൻസും കൂടെ എല്ലാം കഴിഞ്ഞു, എല്ലാ പരിപാടിയും. യെസ്, അതിന്റെ എല്ലാം ഓരോ ഷോർട്സ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യാം. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മളെ വെഡിങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ കപ്പിൾ വ്ലോഗ്സ് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, കാണാം. ബൈ ബൈ ഗൈസ്. ഞങ്ങളൊന്ന് റെസ്റ്റ് എടുക്കട്ടെ, എന്നിട്ട് നേരെ പൂളിൽ പോയി ചാടി ഒന്ന് വൈബായിട്ട്, എന്നിട്ട് അത് എടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കാണിക്കാം. ഇല്ലെങ്കിൽ ഇതോടെ നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ അത് എടുക്കുള്ളൂ, ബിക്കോസ് കുറച്ച് പ്രൈവസി വേണം. യെസ്, ഓക്കെ, ബൈ 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 ഗൈസ്.